നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നാരങ്ങയെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അകത്താക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഈ ഒരു സൂത്രമാണ് ഞാനിപ്പോ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നാരങ്ങയൊക്കെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്കൊരു കണ്ടെയ്നർ ബോക്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ മതി. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് വിനീഗറിന്റെ കുപ്പി ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ വാങ്ങിക്കുന്ന വെള്ളമില്ലേ, അതിന്റെയൊക്കെ കുപ്പി നമുക്ക് കയ്യിലുണ്ടാവും അല്ലെ. അതൊരെണ്ണം എടുക്കാം. അപ്പൊ ഞാൻ ആദ്യമേ ഈ ഒരു പേപ്പർ അങ്ങോട്ട് മാറ്റുവാണേ. ഇങ്ങനെ അങ്ങോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരു കത്തി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി ഇറക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അപ്പൊ നമ്മള് കുപ്പി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്രിക എടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നല്ലൊരു ഷേപ്പിൽ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അധികം വളമൊന്നും കൂടാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരേ ലെവൽ അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൊടുക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ഏകദേശം ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അതേ നമ്മൾ മൂടിയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ കുപ്പി ഇങ്ങനെ അങ്ങ് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നേരെ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങ് ആക്കി വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതായത് ഒന്നിങ്ങനെ ഒന്ന് അകത്തി കൊടുക്കണം. അതേ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് അകന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ, തക്കാളി എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ അങ്ങോട്ട് ഇട്ട് വെക്കാം. ഇപ്പൊ നാരങ്ങയൊക്കെ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും കുറെ നാള് കേടാവാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു വെക്കാം. ഇല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഇപ്പൊ നല്ല ചൂടൊക്കെ ഉള്ള സമയമല്ലേ, പെട്ടെന്ന് അങ്ങ് ചീത്തായി പോകും. ഇങ്ങനെ അങ്ങ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ നാരങ്ങ ഇതിലേക്ക് കൊള്ളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് നമുക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ഇപ്പൊ നാരങ്ങ നമ്മൾ പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ കുപ്പിയുടെ ഈ അടപ്പെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് താന്ന് നമുക്ക് കിട്ടും. നമുക്ക് നാരങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ അങ്ങ് വെക്കാം. കുറച്ചുകൂടി വലിയ കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നാരങ്ങയോ തക്കാളിയോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ അങ്ങനെ സ്ഥലം മുടക്കൊന്നും ആകത്തില്ല. വലിയൊരു ബോക്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറെ സ്ഥലം പോകും അല്ലെ. ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഫ്രിഡ്ജിൽ പോകുള്ളൂ. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് നാരങ്ങ പിഴിയാൻ നേരത്തെ പെട്ടെന്ന് എല്ലാ നീരും വന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പൊ ഒരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങ് പിഴിയുവാണേ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ പിഴിയാനായിട്ട്. ഒരെണ്ണം കൂടെ ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് ബലം, എനിക്കിപ്പോൾ കുറച്ച് ബലം പിടിക്കേണ്ട വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും നാരങ്ങ പിഴിയുന്നത് അല്ലേ. ഞാൻ വേറൊരു ടെക്നിക്ക് കാണിച്ചു തരാം. നമ്മൾ നാരങ്ങ പിഴിയുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ കിച്ചൺ സ്ലാബിന്റെ മീതെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുട്ടിയെടുത്തില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ നീരും കിട്ടും. അത് മാത്രമല്ല പെട്ടെന്നങ്ങ് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അതെ, വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ കൂടെ ജസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ നീരെല്ലാം പോന്നോളൂ. ഒറ്റ നെക്കിന് തന്നെ നമുക്കിങ്ങനെ കൂടെ എല്ലാ നീരും പോന്നു കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു നീര് നോക്കി, ഇത് നമ്മൾ ആദ്യം പിഴിഞ്ഞ നാരങ്ങയുടെ നീരാണ്. ഇതേ ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ രണ്ടാമത് ഒന്ന് ഉരുട്ടിയിട്ട് പിഴിഞ്ഞ നാരങ്ങയുടെ നീരാണ്. ഏതിനാണ് കൂടുതൽ നീരുള്ളത്? ഇതിനല്ലേ.
അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നീരും കിട്ടും, അത് മാത്രമല്ല പെട്ടെന്ന് പണിയും കഴിയും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് പറയാം. അപ്പൊ നമുക്ക് ഇനി ഒരു കളർഫുൾ നാരങ്ങ വെള്ളം കുടിക്കാം. നമ്മൾ സാധാരണ എപ്പോഴും നാരങ്ങ പിഴിയും, കുറച്ച് പഞ്ചസാര ഇടും, കുറച്ച് വെള്ളം ഇടും. എപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ നാരങ്ങ വെള്ളം കുടിക്കാം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ പോവാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി വേണം. ഞാനപ്പോ കുറച്ച് മതി, ഒരു പിടിയോളം മതി. കുറച്ച് കറുത്ത മുന്തിരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം അധികം ഒഴിക്കരുതേ, ഇത്രയും വെള്ളം മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇത്രയും കൂടുതലാന്ന് ഓർക്കേണ്ട, നമുക്കിത് ഇത്രയും ആവശ്യം വരും. ഇത്രയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും പഞ്ചസാരയും മുന്തിരിയും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ വെള്ളവും പഞ്ചസാരയും കൂടെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് മുന്തിരിയുടെ കളറൊക്കെ ഇങ്ങനെയൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു കളർ നമുക്ക് ഇങ്ങനെ അങ്ങ് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, അപ്പൊ തന്നെ നല്ല കളർ നമുക്ക് കിട്ടും. അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് അരിച്ചൊഴിക്കാം. അതെ, ഇതുപോലെ ഇങ്ങനെയൊന്ന് അരിച്ചൊഴിക്കാം. ഇനി മുന്തിരി ഒന്ന് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങനെ ഒന്നും അരിക്കരുത്. നേരെ നമുക്കിനിത് ഈ പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചൂടൊന്ന് ആറി കിട്ടണം കേട്ടോ. ഇപ്പതേ നല്ല ചൂടാണ് ഇതിന്. ഇപ്പതാ മുന്തിരി ജ്യൂസിന്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചില്ലേ ഒരു 3 നാരങ്ങയുടെ നീര്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കുടിക്കാം. ഒരു സ്പൂൺ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ 2 ക്യൂബ്സോ അല്ലെങ്കിൽ 1 ക്യൂബാണെങ്കിലും മതി. നേരെ ഗ്ലാസ്സിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതങ്ങ് കുടിക്കാം. അപ്പോൾ ഞാൻ ഈ ട്രേയിലേക്ക് അങ്ങ് ഇത് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതേ എല്ലാം ഒന്ന് ട്രേയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേയിൽ നിന്ന് ഇങ്ങനെ കൂടെ എടുക്കാം. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ ഞാനൊരു 2 ക്യൂബ്സ് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ തണുത്ത വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ തണുപ്പില്ലാത്ത വെള്ളമാണെങ്കിലും മതി. കാര്യം ഈ ക്യൂബിന് തണുപ്പുണ്ടല്ലോ. അപ്പൊ ഞാനിന്ന് സോഡയാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വീട്ടിൽ ഇതുപോലത്തെ ഒരു സോഡ മേക്കർ വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ അതെ കുറച്ച് വെള്ളം. പുറത്തുനിന്നൊക്കെ സോഡ മേടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് ടൈപ്പ് വെള്ളമാണ് നല്ല വെള്ളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വീട്ടിലാവുമ്പോൾ നമുക്ക് നല്ല വെള്ളം തന്നെ, തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിലെ വെള്ളമോ എടുക്കാം. ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിപ്പോ വെള്ളം തിളപ്പിക്കാറില്ല, നേരെ ഇതിലെ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ കിട്ടുവേ. ഈ ഒരു സോഡ മേക്കറിന്റെ കൂടെ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടും. അപ്പോൾ ഇതിൽ ഇത്രയും വെള്ളമേ നമുക്ക് ഒഴിക്കാവൂ. അതുപോലെ മൂടി ഇടാൻ പാടില്ല. ഇങ്ങനെ കൂടെ നമുക്ക് തുറക്കാം. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് കയറ്റുക. എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. മുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂടി ഇങ്ങനെ ഒന്ന് കൂട്ടുക. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇനി അത് ഒന്ന് തുറന്നെടുക്കാം കേട്ടോ. നല്ല സോഡ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. പെട്ടെന്നൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേ ഈ ഒരു സൂത്രം ഉപയോഗിച്ചാൽ മതി. നാരങ്ങ പിഴിയാനും അതൊന്ന് കലക്കാനൊന്നും നിൽക്കേണ്ട. ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് 2 ഗ്ലാസ് നാരങ്ങ വെള്ളം റെഡി. അതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത്, ഗസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാര്യം അടിയിലിങ്ങനെ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരും കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് അലിഞ്ഞു കിട്ടും.
വേണമെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കലക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഈ വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം. ഇതാണ് സോഡ മേക്കറിന്റെ ഗ്യാസ് സിലിണ്ടർ ആണ്. ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് കിട്ടും. ഇത് റീഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിൽ ഒന്ന് കൊടുത്താൽ മതി. അവർ നമുക്ക് ഇതിൽ സിലിണ്ടറിൽ ഗ്യാസ് നിറച്ച് തരുകയും ചെയ്യും. ഇനി അടുത്ത ടിപ്പ് നോക്കാം. ഇപ്പൊ നമ്മള് മുന്തിരി ഒന്ന് വേവിച്ചെടുത്തപ്പോ നമുക്ക് ബാക്കി വന്നതാണല്ലേ ഇത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതെ, ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല കട്ടിയാണിപ്പോൾ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. മധുരം നമ്മൾ ആദ്യമേ ഇട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല മധുരമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. അതൊരു അരിപ്പയിൽ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞിടാം, ഇല്ലെങ്കിൽ ഈ ഒരു കുരുവൊക്കെ അതിലത്തേക്ക് വീണു പോകും. ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കുൽഫി ആയിട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ട്രേ എടുക്കാം, നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതേപോലത്തെ ഒരു കളറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലൊരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഈ സ്റ്റിക്കും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് കുത്തി ഇറക്കാം. ഇതാ സ്റ്റിക്ക് ഞാനൊന്ന് കുത്തി നിർത്തുവാണ്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൂടെ കിട്ടും. അതെ, നല്ല കളറുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുൽഫി നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് നമുക്ക് കിട്ടും അല്ലേ. നല്ല ഭംഗിയില്ലേ. നമ്മളിതിൽ കളർ പൊടി ഒന്നും ചേർത്തിട്ടില്ല, മുന്തിരി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതെ, പല ഷേപ്പിലുള്ള കുൽഫി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്